ഹായ് ഓൾ, നമസ്കാരം. സോ നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോണത്. ഓക്കെ, സോ നമുക്ക് ബിഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റു ചാപ്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനിലും നമുക്ക് എന്ത് വരും, ഡിവിസിബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റിയിൽ നമ്മൾ ആദ്യം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ ഞാനൊന്ന് പറയാം, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 1, 2 അങ്ങനെ അപ് ടു എത്രയാണ് 11 വരെ ഉള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈസി ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് 1 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റിയാണ്. എങ്ങനെയാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഈ പർട്ടിക്കുലർ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. പേനയും പേപ്പറും എടുക്കുക, കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് മേക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ നോട്ട്സ് റിവൈസ് ചെയ്യുക, പ്രോബ്ലംസ് എഗെയിൻ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് 1ൻ്റെ ഡിവിസിബിലിറ്റിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, വരുന്നില്ല. കാര്യം എന്താ, ലോകത്തുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എവറി നമ്പർ എന്താണ്, ഡിവിസിബിൾ ബൈ 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2ൻ്റെ ഡിവിസിബിലിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 2n ആണ്. അതായത് 2ൻ്റെ പവറായിട്ട് എന്ത് വന്നാലും അതിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറിലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം പരിപാടി. നോക്കിക്കേ, നമുക്കറിയാം 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 raised to 1 ആണ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ 2 raised to 1 ആണ്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കൂട്ട് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, 2 raised to n ഡിവിസിബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിന് നമ്മൾ ഫസ്റ്റ് 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, അത് 2ൻ്റെ ഡിവിസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു നമ്പറിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, ഒന്നുമില്ല. നോക്കിക്കേ, 2 raised to 1 അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പറിൻ്റെ ആദ്യത്തെ പ്ലേസിലുള്ള നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്യും. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 56789321 ആണ് അല്ലേ. ഈ നമ്പറിൻ്റെ ആദ്യത്തെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്, 1 ആണ്. ആ 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നു. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഒരു കാരണവശാലും പറ്റത്തില്ല. കാര്യം അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ, റിമൈൻഡർ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറിനെ പൂർണ്ണമായിട്ട് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള സംഖ്യ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക, അതിനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വരും, റിമൈൻഡർ 0 വരും. അപ്പോൾ റിമൈൻഡർ 0 അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. സോ ഈ നമ്പർ എന്താണ്, 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, ഈ നമ്പർ നിങ്ങളും ചെക്ക് ചെയ്തേ, നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തു നോക്കുക ഈ നമ്പറിനെ പറ്റുമെന്നുള്ളത്. നോക്കുമ്പോൾ എന്താ, ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താ ഉള്ളത്, 4 ആണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4നെ ഇങ്ങ് എടുത്തു, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം എന്താണ്, 2ൽ 2 പ്രാവശ്യമാണ് 4 വരുന്നത്. സോ ഇവിടെ നമുക്ക് റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ 0 വരും. അല്ലെങ്കിൽ നമുക്ക് 4 എന്ന് പറഞ്ഞ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഭാഗിക്കാൻ പറ്റും. അപ്പം അത് കാരണം നമുക്ക് റിമൈൻഡർ 0 വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു വലിയ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ,
5432146. സിമ്പിൾ ആണ്. 2ന്റെ ഡിവിസിബിലിറ്റി ചെക്കിംഗ് സിമ്പിൾ ആണ്. യൂണിറ്റ് ഡിജിറ്റിൽ കിടക്കുന്ന ആ ഒരു സംഖ്യനെ ഇങ്ങോട്ട് എടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ആവുമെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ആവത്തില്ലെങ്കിൽ എന്താണ്, ആ നമ്പറിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്പർ നോക്കുമ്പോൾ എന്താണ്, ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്, 6 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 6നെ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 6 എന്ന് പറയുന്നത് 2ൽ 3 പ്രാവശ്യം അടങ്ങുന്ന ഒരു നമ്പറാണ് 6 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും, 0 നമുക്ക് റിമൈൻഡർ കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ പറയുന്ന 5432146 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ, സിമ്പിൾ ആണ്. 2 വെച്ചുള്ള ഡിവിസിബിലിറ്റി വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി നോക്കിക്കേ, 124789 അല്ലേ. അപ്പൊ ഈ നമ്പറിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റുള്ള നമ്പർ എടുക്കുന്നു. എത്രയാണ്, 9 എടുക്കുന്നു. 9നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പൂർണ്ണമായിട്ട്, ഇല്ല. നമുക്ക് എന്താ കിട്ടുന്നത്, 4 പോയിന്റ് സംതിങ് എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്, റിമൈൻഡർ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. കാര്യം റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം ഇവിടെ വരും. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 124789 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ. അപ്പൊ ഇതാണ് എന്ത്, ഡിവിസിബിലിറ്റി ബൈ 2 എന്ന് പറയുന്നത്. മനസ്സിലായോ. എന്ത് ചെയ്യണം, ലാസ്റ്റ് 1 ഡിജിറ്റ്, എന്താണ് ഇതിന്റെ ഷോർട്ട് കട്ട്, ലാസ്റ്റ് 1 ഡിജിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ലാസ്റ്റ് 1 ഡിജിറ്റ് 2ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവിഷൻ പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ, ക്ലിയർ ആണോ, മനസ്സിലായോ. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് പിടികിട്ടിയല്ലോ, എങ്ങനെയാണ് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് നോക്കാം. എന്താണ്, ഡിവിസിബിലിറ്റി ബൈ 4. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്ക്വയർ ആണ് അല്ലേ. 2 സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. 2നെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2 സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇതിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്, ഇവിടെ നോക്കിയാൽ 2⁻² ആണ് 4 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ അവസാനത്തെ 2 അക്കം 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണോ നോക്കുന്നു, 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നു. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിവിഷൻ എന്താണ് പോസിബിൾ ആവും. മൾട്ടിപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ ഡിവിഷൻ എന്താവത്തില്ല, പോസിബിൾ ആവത്തില്ല. ടെക്നിക്ക് പിടികിട്ടിയോ. നോക്കിയാൽ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തെ 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തന്നിരിക്കുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്തു. ഇനി 4 കൊണ്ട് ഡിവിസിബിലിറ്റി ആകുമ്പോൾ നമുക്കറിയാം അതെന്താണ്, 2⁻2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന നമ്പറിന്റെ എന്ത് ചെയ്യുന്നു, അവസാനത്തെ 2 ഡിജിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു. ക്ലിയർ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കും. നോക്കിക്കേ, 8375278 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്താണ്, 88 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 22 എന്ന് കിട്ടും. റിമൈൻഡർ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ തന്നിരിക്കുന്ന നമ്പറിലെ അവസാനത്തെ 2 അക്കങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഹോൾ നമ്പറിനെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ എന്താ ചെയ്ത്, നമ്മൾ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നു സിസ്റ്റം വല്ല ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ. സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ്, ഇത് എന്താണ്, ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 2 ഡിജിറ്റ് എടുത്തത്, കാര്യം അതിന്റെ ടെക്നിക്ക് നമുക്കറിയാം. എന്താണ്, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എന്താ, 2⁻n ഡിവിസിബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാതെ പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 2 വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ എടുക്കുന്നു. അടുത്ത നമ്പറിലേക്ക് നോക്കാം. നോക്കിക്കേ, 9324675514 അല്ലേ. അപ്പോൾ ഇതിനകത്തെ അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്,
14 ഡിജിറ്റ് അല്ലേ? അതിനെ നമ്മൾ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും കിട്ടത്തില്ല അല്ലേ? 14 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 3 12 അല്ലേ? ബാക്കി ശിഷ്ടം എത്ര വരും? റിമൈൻഡർ 2 റിമൈൻഡർ വരും. അപ്പോൾ നമുക്ക് റിമൈൻഡർ വന്നു അല്ലേ? റിമൈൻഡർ നമുക്ക് എന്തായിരിക്കണം? ശിഷ്ടം നമുക്ക് 0 ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ ശിഷ്ടം എത്ര വരുന്നു? 2 വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ നമ്പറിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 4 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 1 2 3 4 5 6 7 888 ആണ് അല്ലേ? നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 2 ഡിജിറ്റ് എത്രയാണ്? 88 എടുക്കുന്നു. അതിനെ 4 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 22. ശിഷ്ടം എത്രയാണ്? 0 എന്ന് നമുക്ക് ശിഷ്ടം കിട്ടും. അപ്പോൾ ശിഷ്ടം 0 ആണ്. നമ്മുടെ ഈ നമ്പറിന്റെ അവസാനത്തെ 2 അക്കം എടുത്തിട്ട് അതിനെ 4 വെച്ച് ഭാഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ശിഷ്ടം നമുക്ക് 0 കിട്ടി. ഓക്കെ, അപ്പോൾ ശിഷ്ടം 0 കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനത്തെ 2 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ 4 അക്കത്തെ നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ആ ഹോൾ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? പക്ക ഓക്കെ? സെറ്റ് ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 2 3 4 5 6 7 8 8 9. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? 4ന്റെ ഡിവിസിബിലിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 4ന്റെ ഡിവിസിബിലിറ്റി ആകുമ്പോൾ നമുക്കറിയാം 2 സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 2 അക്കം എടുക്കുന്നു. അവസാനത്തെ 2 അക്കം എത്രയാ? 89 ആണ്. 89 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 2 പ്രാവശ്യം 8, 4 2 പ്രാവശ്യം 8, ബാക്കി ശിഷ്ടം നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താ? ഈ സംഖ്യയുടെ അവസാനത്തെ 2 അക്കത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ശിഷ്ടം നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ റിമൈൻഡർ അവിടെ ഉണ്ട്. അപ്പോൾ റിമൈൻഡർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? അവസാനത്തെ 2 അക്കത്തെ നമുക്ക് പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഭാഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഈ പൂർണ്ണ നമ്പറിനെ നമുക്ക് എന്താണ്? 4 കൊണ്ട് നമുക്ക് ഭാഗിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ? മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 2ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചു, അതായത് 2⁻1ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചു. ദെൻ 2 സ്ക്വയർ, അതായത് 4ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ 4 എന്ന് പറയുന്ന 2 സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? 2 ഡിജിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുത്ത് നോക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ? ഓക്കെ ആണോ? പറഞ്ഞാട്ടെ. പക്ക ഓക്കെ അല്ലേ? പക്ക ഓക്കെ? ശരി, അപ്പോൾ നമുക്ക് അടുത്ത ഡിവിസിബിലിറ്റി നമുക്ക് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 8. ഇപ്പം നിങ്ങൾക്ക് കത്തി കാണും എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ബൈ 8 നോക്കേണ്ടതെന്നുള്ളത് അല്ലേ? നമുക്കറിയാം 8 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ക്യൂബ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം ടെക്നിക്ക് പിടി കിട്ടിയോ? എന്തുകൊണ്ടാണ് ഞാൻ ഡിവിസിബിലിറ്റി ഓഫ് 2n എന്ന് പറഞ്ഞത്? ഇപ്പം ടെക്നിക്ക് പിടി കിട്ടി കാണും അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 2(1) ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ ഒരു ഡിജിറ്റ് എടുത്തു. ദെൻ 2 സ്ക്വയർ, 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ എടുത്തു. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ അവസാനത്തെ 3 ഡിജിറ്റ് ആണ് നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു നമ്പറിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ പറ്റത്തില്ലേ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക? അവസാനത്തെ 3 അക്കം എടുക്കുക. അവസാനത്തെ 3 അക്കം എടുക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ 888 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ അക്കം 888 ആണ്. അതിന് നമ്മൾ 8 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 111. റിമൈൻഡർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 888 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് എന്താണ്? 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഈ ഒരു ഹോൾ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് നമുക്ക് ഡിവിഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ എടുക്കുക. ആ 3 അക്കങ്ങളെ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 3 അക്കങ്ങൾ എന്ന് പറയുന്നത് 8ന്റെ ഒരു ഗുണിതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പറിനെ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ? ടെക്നിക്ക് പിടികിട്ടിയോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1 2 3 4 5 6 7 8 8 9. ഈ നമ്പറിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാന മൂന്നക്കമായിട്ടുള്ള 8 8 9 എടുക്കുന്നു അല്ലേ. അതിന് നമ്മൾ 8 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഒരു പ്രാവശ്യം 8 ഒരു പ്രാവശ്യം 8 ഒരു പ്രാവശ്യം 8. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ മൂന്നക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വലിയ സംഖ്യയുടെ അവസാനത്തെ മൂന്നക്കം എടുത്തിട്ട് നമ്മൾ 8ന്റെ ഡിവിസിബിലിറ്റി പരിശോധിച്ചപ്പോഴത്തേനും എന്താണ്, ഡിവിഷൻ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ ഈ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം 4 5 7 8 9 5 4000. ഓക്കെ, ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവസാനത്തെ മൂന്നക്കം എന്താണ്, 3 0 ആണല്ലേ. അപ്പം 3 0 വന്നു. അപ്പോൾ 3 0 നമ്മൾ 8 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എന്ത് തന്നെ കിട്ടുന്നത്, 8 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, റിമൈൻഡർ എന്ത് വരും, റിമൈൻഡർ 0 തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, അവസാനത്തെ മൂന്നക്കം 0 ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവസാനത്തെ മൂന്നക്കം 0 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റിമൈൻഡർ എന്ത് വരും, 0 വരും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ട് നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി ലാസ്റ്റ് നമ്പർ എടുത്തേ, ലാസ്റ്റ് നമ്പർ എത്ര, 100 ആണ്. അപ്പോൾ നമ്മൾ 100നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നു. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ എത്ര, ഒരു പ്രാവശ്യം 8 ബാക്കി 20, 8 2 16, ബാക്കി ഇഷ്ടം എത്ര ഉണ്ട്, 4 എന്ന് റിമൈൻഡർ വരും അല്ലേ. റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ 4 വരും. സോ നമുക്ക് എന്ത് മനസ്സിലായി, ഈ നമ്പറിന്റെ അവസാനത്തെ മൂന്നക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ കംപ്ലീറ്റ് നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8 കൊണ്ട് നമുക്ക് ഹരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ക്ലിയർ ആണോ, മനസ്സിലായോ? ഇതാണ് എന്ത്, 8ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. കൃത്യമായിട്ട് ഒരു എന്താ, കാണാതെ പഠിക്കാതെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ലോജിക്കും കൺസെപ്റ്റൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വളരെ ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ നമ്പർ സിസ്റ്റത്തിലെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം അടിസ്ഥാനം എന്ത് ചെയ്യുക, പക്ക സ്ട്രോങ് ആക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വലിയ വലിയ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്ക് പോവാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നമ്പറിനെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ പറ്റത്തില്ലേ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ആ നമ്പറിൻ്റെ അവസാനത്തെ മൂന്നക്കം എടുക്കുക. ആ മൂന്നക്കം എന്ന് പറയുന്നത് 8ന്റെ ഒരു ഗുണിതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ നമ്പറിനെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. ഇനി അവസാനത്തെ മൂന്നക്കം പൂജ്യങ്ങളാണെങ്കിലും എന്തായിരിക്കും, ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും നമുക്ക് 8 കൊണ്ട് ഭാഗിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 8ഉം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിലേക്ക് പോവാം. ചോദ്യം നമ്പർ, ഓക്കെ, അടുത്ത എന്താണ്, ഡിവിസിബിലിറ്റി ബൈ 16. ഒരു നമ്പറിനെ 16 വെച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നോക്കാനായിട്ട് പോകുന്നത്. പറഞ്ഞേ, നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁴ ആണല്ലേ. 2 4 8 16 അല്ലേ. 2⁴ ആണ് 16 എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ എന്ത് മനസ്സിലാവും, അവസാനത്തെ 4 അക്കം പൂജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ നമ്പറിനെ നമുക്ക് എന്തായിരിക്കും, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ അവസാനത്തെ 4 അക്കങ്ങൾ എന്ന് പറയുന്നത് 16ന്റെ ഗുണിതം, നേരത്തെ പറഞ്ഞ കൂട്ട് 16 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ 16ന്റെ ഗുണിതമായിരിക്കും. 16ന്റെ ഗുണിതമാണെങ്കിൽ റിമൈൻഡർ എന്ത് കിട്ടും, 0 കിട്ടും. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നമ്പറിനെ നമുക്ക് 16 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ നമ്പറിനെയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അല്ലേ. 1 2 3 4 5 6 7 9 3 9 4. ഈ നമ്പറിനെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ എന്ത് ചെയ്യുന്നു, 4 അക്കങ്ങൾ നമ്മൾ എടുക്കുന്നു, 9 3 9 4. അതിന് നമുക്ക് എന്ത് ചെയ്യാം, 16 വെച്ച് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 16 5 ആകുമ്പോൾ 80 ആവും, 16 6 ആകുമ്പോൾ എത്രയും 60, 60 36 96 എന്നാവും അല്ലേ. അപ്പോൾ നമുക്ക് 16നെ എത്ര മതി, 5 മതി. 5 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 80 എന്ന് കിട്ടും അല്ലേ. ബാക്കി എത്ര ഉണ്ട്, 3 139 അല്ലേ. ഇനി നമുക്ക് നോക്കാം, 16നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 7 കൊണ്ട് നമുക്ക് ഗുണിച്ച് നോക്കാം.
16 ഇൻറ്റു 7 ആകുമ്പം 6 7 42, 4 ബാലൻസ് അല്ലേ, 7 1 7, 7 4 112. ഓക്കെ, അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 8 നോക്കാം. 6 8 48, 4 അല്ലേ, 8 1 8 4 12, അപ്പോൾ 128. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 8 കൊണ്ട് ഭാഗിക്കുമ്പോൾ 128. അപ്പോൾ ബാക്കി എത്ര വന്നു? 1 1 114 അല്ലേ. അപ്പോൾ 7 വെച്ചാകുമ്പോൾ എത്ര കിട്ടും? 112. അപ്പോൾ ശിഷ്ടം എത്ര ഉണ്ട്? 2. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, ഇതിൻ്റെ ഈ സംഖ്യയുടെ 4 അക്കത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 അക്കത്തെ നമ്മൾ 8 കൊണ്ട് ഭാഗിച്ചപ്പോഴത്തേനും നമുക്ക് എന്ത് വരുന്നു? ശിഷ്ടമായിട്ട് നമുക്ക് 2 വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? 8 കൊണ്ട് ഈ അവസാനത്തെ 4 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, കത്തിയോ? സംഗതി കത്തിയോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പർ എടുക്കുന്നു. ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇത് നിങ്ങൾ ചെയ്യോ? ഈ ചോദ്യം നിങ്ങൾ ചെയ്യോ? നിങ്ങൾക്ക് 45 സെക്കൻഡ്സ് തരാം, പെട്ടെന്ന് ചെയ്യാം ഈ ചോദ്യം. ഈ പറയുന്ന 1 2 3 4 5 6 7 1056 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗം ചെയ്തേ. ശരി, നോക്കാം. എൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. എന്ത് ചെയ്യുന്നു? അവസാനത്തെ 3 അക്കം എടുക്കുന്നു. അവസാനത്തെ 16 ഡിവിസിബിലിറ്റി അല്ലേ, അപ്പോൾ നമ്മൾ എന്താണ്? 2⁴ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 4 അക്കം എടുക്കുന്നു. അവസാന 4 അക്കം എത്രയാണ്? 1056. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കൊണ്ട് ഭാഗിച്ച് നോക്കുന്നു അല്ലേ. അപ്പോൾ 16ന്റെ 6 കൊണ്ടാക്കാം അല്ലേ. 6 കൊണ്ടാകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 അല്ലേ. 96 ആകുമ്പം ഇവിടെ 9 1 190, സോറി 16 6 16 7 ആകുമ്പോൾ എത്രയാണ്? 112 ആണ് വരുന്നതല്ലേ. അപ്പോൾ അത് പറ്റൂല. 16 6 ആകുമ്പോൾ എത്രയാണ്? 60 36 96. 96 ആകുമ്പോഴത്തേനും 0. ഓക്കെ, ഇവിടെ 0 വരും അല്ലേ. ബാക്കി 96 ആകുമ്പോൾ എത്രയാ? 16 ഗുണം 6 ആണ് 96. സോ എന്താണ്? നമുക്ക് റിമൈൻഡർ എത്ര വരുന്നുണ്ട്? 0 വരുന്നുണ്ട് അല്ലേ. റിമൈൻഡർ 0 ആണ്. അപ്പോൾ അവസാനത്തെ 4 അക്കം എടുത്തപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ 4 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ 4 അക്കം പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഡിവിസിബിലിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നോക്കിക്കേ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് 32ന്റെ ആണെന്ന് വെച്ചോ. 32 ഡിവിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കമന്റ് ചെയ്തേ. എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാം 32 എന്ന് പറഞ്ഞാൽ എന്താ? 2⁵5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവസാനത്തെ 5 അക്കം എടുക്കും. ആ 5 അക്കം 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2⁻n ആണ് ഡിവിസിബിലിറ്റി. 2⁻n, അതായത് 1 വന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഒരക്കം നോക്കും. 2 വന്നു കഴിഞ്ഞാൽ അവസാനത്തെ 2 അക്കം നോക്കും. അതായത് 2 വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഇനി അടുത്ത 3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനത്തെ 3 അക്കം നോക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. ഇനി 4 വന്നു കഴിഞ്ഞാൽ എന്താ? അവസാനത്തെ 4 അക്കം നോക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സാധനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇതേ കൂട്ട് സെയിം രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവിസിബിലിറ്റി ടെക്നിക്കാണ് 5ന്റെ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 5 ആണ് നമ്മൾ അടുത്തയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞാട്ടെ. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 5⁻n നമുക്ക് നോക്കാം. നോക്കിക്കേ, 5 എന്ന് പറഞ്ഞാൽ എന്താണ്?
5⁻1 ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അവസാനത്തെ അക്കം 5ഓ 5ന്റെ ഗുണിതങ്ങളോ അല്ലെങ്കിൽ 0മോ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കണം 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം 0 ആയിരിക്കണം. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5ഓ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്? 1 2 3 4 5 2 5 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ ഡിജിറ്റ് എടുക്കുന്നു. അവസാന ഡിജിറ്റ് എത്രയാ? 5 ആണ് അല്ലേ. ആ 5നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിമൈൻഡർ എന്ത് വരും? 0 വരും. അപ്പോൾ അത് കാരണം എന്താണ് 1 2 3 4 5 2 5 എന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന തീരുമാനത്തിൽ എത്താനായിട്ട് പറ്റും. ഇനി അടുത്ത നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 7845782112 ഈ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ ഡിജിറ്റ് 2 ആണ്. അപ്പോൾ 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. റിമൈൻഡർ എന്തേ വരത്തുള്ളൂ? 2 വരത്തുള്ളൂ അല്ലേ. അപ്പോൾ റിമൈൻഡർ 2 ആണ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ 2നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് 1 ഡിജിറ്റിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. തേർഡ് എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ് അല്ലെ. 5നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്താണ്? 5 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? പറഞ്ഞാട്ടെ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഡിവിസിബിലിറ്റി ബൈ 5 ആണ് നമ്മൾ ചെക്ക് ചെയ്ത്. എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ ആ യൂണിറ്റ് ഡിജിറ്റ് 5ന്റെ ഒരു ഗുണിതമാണെങ്കിലോ അല്ലെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. അതിന് എത്ര ലെങ്തി ആയിട്ടുള്ള നമ്പർ ആയാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്ത് നമ്മൾ നോക്കിയാൽ മതി. ആ യൂണിറ്റ് ഡിജിറ്റ് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ 0 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഡിവിസിബിലിറ്റി ടെക്നിക്കിലേക്ക് പോകുന്നു. ഡിവിസിബിലിറ്റി ബൈ 25. 25ന്റെ ഡിവിസിബിലിറ്റി ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ടെക്നിക്ക് പിടിയിട്ട് കാണും. 25 എന്ന് പറഞ്ഞാൽ എന്താ? 5 സ്ക്വയർ ആണ് അല്ലേ. 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുന്നു. നമ്മൾ ഇതൊക്കെ പണ്ട് കാണാതെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ലോജിക്ക് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ടെക്നിക്ക് എന്ത് ചെയ്യത്തില്ല? നമ്മൾ മറക്കത്തില്ല. നമ്മളൊരു ഷോർട്ട് കട്ടും പഠിക്കേണ്ട. ഇതെന്താണ്? യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് പ്ലേസസ് നമ്മൾ എടുക്കുന്നു. അവസാനത്തെ 2 അക്കം നമ്മൾ എടുക്കുന്നു. അവസാനത്തെ 2 അക്കം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവസാനത്തെ 2 അക്കം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതുകൂടാതെ 2 0 ആണ് വരുന്നത് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവസാനത്തെ 2 അക്കം 2 0യോ അല്ലെന്നുണ്ടെങ്കിൽ 25ന്റെ ഒരു മൾട്ടിപ്പിളോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 25ന്റെ ഒരു മൾട്ടിപ്പിളോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നോക്കിക്കേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു 1 2 3 4 5 25. ഓക്കെ, ഈ നമ്പറാണ്. ഈ നമ്പറിനെ നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടെക്നിക്ക് എന്താ? ഈ നമ്പറിൽ നിന്നും അവസാനത്തെ 2 അക്കത്തെ ഇങ്ങെടുക്കുക. അവസാനത്തെ 2 അക്കം എത്രയാ? 25 അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത്. ആ 25 നമ്മൾ എന്ത് ചെയ്യുന്നു? 25 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 25 എന്ന് പറയുന്നത് എന്താണ്? 25ന്റെ ഗുണിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. റിമൈൻഡർ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അതിൻ്റെ ഗുണിതമാണ് എന്നുള്ള നിഗമനമാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്താണ്? ഈ സംഖ്യയുടെ അവസാനത്തെ 2 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ്? ഈ 1 2 3 4 5 എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 3 4 ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈം തരാം. ഈ 3 ക്വസ്റ്റ്യൻ പടാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക.
ഓക്കെ, 2, 3, 4 ക്വസ്റ്റ്യൻ പടാന്ന് ചെയ്യാം. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 78457822 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 3 അക്കമായിട്ടുള്ള 212 നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 25 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 4 100 അല്ലെ. അപ്പോൾ ഉറപ്പായിട്ടും 25 8 എന്തായിരിക്കും? 200 ആയിരിക്കും. അപ്പോൾ 8 കൊണ്ട് നോക്കുമ്പോൾ എത്ര? 8 5 40, ബാക്കി 4, 8 കൊണ്ട് 2 16, 4 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200 എന്ന് കിട്ടും അല്ലെ. 200 ആകുമ്പോൾ ശിഷ്ടം എത്ര വരും? ബാക്കി 12 വരും അല്ലെ. അപ്പം റിമൈൻഡർ വന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ, സോറി, അവസാനം 2 അക്കം എടുത്താൽ മതി നമ്മൾ. സോറി, മൈ മിസ്റ്റേക്ക്. 212 വേണ്ടല്ലോ, നമ്മൾ 12 എടുത്താൽ മതി അല്ലേ. കാര്യം 25 അല്ലേ. അപ്പോൾ 25 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ നമുക്ക് 12 കിട്ടും. സോ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അവസാനത്തെ 2 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 25 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 25 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ ഈ നമ്പർ എന്താണ്? 25 വെച്ച് പൂർണ്ണമായിട്ടും ഡിവിസിബിൾ അല്ല എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്? അവസാനത്തെ 2 ഡിജിറ്റ് എന്താണ്? 2 0 ആണ് എന്ത് ചെയ്യുന്നത്? അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് 2 0 ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്? 25 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ അതുകൊണ്ട് ഇതും എന്താണ്? ഈ നമ്പർ എന്താണ്? 25 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നോക്കി അടുത്ത നമ്പർ നോക്കിക്കേ, 247899657 ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ അവസാന ഡിജിറ്റ് എത്രയാണ്? 75 ആണ് അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ 25 ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 3 എന്ന് നമുക്ക് കിട്ടും. റിമൈൻഡർ എന്താണ്? 0 ആണ്. കാര്യം അവിടെ എന്താണ്? 75നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റിനെ നമുക്ക് 25 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഈ ഹോൾ നമ്പറിനെ നമുക്ക് എന്തായിരിക്കും? 25 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? പക്കാ ഓക്കെ. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 5 നിങ്ങൾ പഠിച്ചു, ഡിവിസിബിലിറ്റി ബൈ 25 പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു ഡിവിസിബിലിറ്റി ബൈ 125. ടെക്നിക്ക് മനസ്സിലായല്ലോ. നമുക്കറിയാം 125 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ക്യൂബ് ആണ് 25 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ 3 അക്കം നമ്മൾ പരിഗണിക്കണം. ആ 3 അക്കം എന്ന് പറയുന്നത് 125ന്റെ ഗുണിതമാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ 3 അക്കം 3 പൂജ്യങ്ങളാണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് 125 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരണം സാധ്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും ബേസിക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നോക്കിക്കേ, 572250 അല്ലെ. ഈ നമ്പറിനെ നമുക്ക് 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 125 ആണ്. 125 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അവസാനത്തെ 3 പൊസിഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ നമ്പറിന്റെ അവസാനത്തെ 3 പൊസിഷൻ ഏതാണ്? 250 ആണ്. അതിനെ നമുക്ക് 125 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നു അല്ലെ. ഭാഗിക്കാൻ പറ്റും.
എത്രയാണ്? എത്ര കിട്ടും നമുക്ക്? 2 കിട്ടും അല്ലേ? അപ്പോൾ ശിഷ്ടം എത്രയാണ്? 0. കാര്യം 2 കൊണ്ട് പൂർണ്ണമായി 125 അല്ലെങ്കിൽ 250 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യമാണ് 125 അല്ലേ? അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പൂർണ്ണമായിട്ട് ഹരണം സാധ്യമാണ്. അപ്പോൾ അവസാനത്തെ 3 അക്കം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? ആ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 250 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ? ഓക്കെ ആണോ? പക്ക ഓക്കെ? സെറ്റാണോ? സെറ്റാണോടെ? സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ചോദ്യവും 3ാമത്തെ ചോദ്യവും 4ാമത്തെ ചോദ്യവും വേഗം ചെയ്യുക. നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈമുണ്ട്. 2, 3, 4 വേഗം ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. നോക്കിക്കേ, നമുക്കിപ്പോൾ നോക്കേണ്ട എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 78457,000 ഈ നമ്പറിനെ നമുക്ക് 125 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം 125 ആണ്. അപ്പോൾ 125 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ക്യൂബാണ് 125. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിൻ്റെ എന്ത് ചെയ്യണം? 3 പൊസിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്മൾ എടുക്കും. ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താ വന്നേക്കുന്നത്? 3 0 ആണ് വന്നേക്കുന്നത് അല്ലേ? 3 0. അപ്പോൾ 3 0 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? 125 കൊണ്ട് നമുക്ക് എന്താണ്? പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് റിമൈൻഡർ എന്ത് വരും? 0 വരും. സോ അതുകൊണ്ട് എന്താണ്? 78457,000 എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എടുത്താൽ എന്താണ്? അപ്പോഴും 125 കൊണ്ട് നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ 3 അക്കം നമ്മൾ എടുക്കണം. അവസാനത്തെ 3 അക്കം എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും 100നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 125 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരണം പോസിബിൾ അല്ല. അപ്പോൾ അവസാനത്തെ 3 അക്കം 125 കൊണ്ട് ഹരണം പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഹോൾ നമ്പറും എന്താണ്? ഹരണം പോസിബിൾ അല്ല. ഇനി നോക്കിയേ, 875 എടുക്കുന്നു അല്ലേ? 875 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. 125 × 7 എത്രയാണ്? 125 × 7 7 5 35, ബാക്കി 3 7 2 14 3 17, ബാക്കി വന്ന് 875 അല്ലേ? 125 എന്ത് ചെയ്യുന്നു? 7 ടൈംസ് എന്താണ്? പോസിബിൾ ആണ്. അപ്പോഴും നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ റിമൈൻഡർ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമുക്ക് 125 കൊണ്ട് ഈ സംഖ്യയുടെ അവസാനത്തെ 3 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ 3 അക്കത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് ഹരണം പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ നമുക്ക് 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? അവസാനത്തെ 3 അക്കം എടുക്കുക. അവസാനത്തെ 3 അക്കം 3 പൂജ്യമോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? 125ന്റെ ഗുണിതമോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 125 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ 3 അക്കം എടുക്കുന്നത്? കാര്യം 125 എന്ന് പറയാൻ എന്താണ്? 5ന്റെ ക്യൂബാണ് അല്ലേ? 5⁻1 ആയിരുന്നെങ്കിൽ ആദ്യത്തെ അക്കം മാത്രം എടുത്ത് ക്രോസ് ചെക്ക് ചെയ്തേനെ. 5² ആയിരുന്നെങ്കിൽ അവസാനത്തെ 2 അക്കം എടുത്ത് ക്രോസ് ചെക്ക് ചെയ്തേനെ. ദെൻ ഇത് 5 ക്യൂബാണ്. 5 ക്യൂബ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 3 അക്കം എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ, സെറ്റ്, പക്ക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 625.
625 കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമുക്കറിയാം 625 എന്ന് പറഞ്ഞാൽ എന്താണ്? 5⁴ ആണ് അല്ലേ? കാര്യം 5 ഗുണം 5 25, 25 ഗുണം 5 125, 125 ഗുണം 5 എത്രയാണ്? 625 ആണ്. ഇപ്പം നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായല്ലോ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സംഖ്യയെ 625 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സംഖ്യയുടെ അവസാനത്തെ 4 അക്കങ്ങൾ എടുക്കുക. കാര്യം 5⁴ ആണ് 625 എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 4 അക്കം എടുത്തു കഴിഞ്ഞാൽ ആ 4 അക്കം എന്ന് പറയുന്നത് 4 0 ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് 625ന്റെ ഗുണിതം അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ഹോൾ നമ്പറിനെ നമുക്ക് എന്താണ് 625 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനം, അതിന് എത്ര വലിയ നമ്പറോ ആയിക്കോട്ടെ, അതിന് നമ്മൾ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യുക? അവസാനത്തെ 4 അക്കം എടുക്കുക. ആ അവസാനത്തെ 4 അക്കം എന്ന് പറയുന്നത് 4 0 അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് 625ന്റെ ഗുണിതമോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 572000 ആണല്ലേ? അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് 625 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പറിന്റെ അവസാനത്തെ 4 അക്കം എടുക്കുന്നു. അവസാനം 4 അക്കം എന്താ കിട്ടുന്നത്? 4 0 ആണ് അവസാനം കിട്ടുന്നത് അല്ലേ? അപ്പം 4 0 ആയതുകൊണ്ട് നമുക്കറിയാം എന്താണ് 4 0 വരുവാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 625 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു? 572000 എന്ന് പറയുന്ന നമ്പറിനെ 625 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 7841250 അല്ലേ? അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് 625 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സംഖ്യയുടെ അവസാനത്തെ 4 അക്കം എത്രയാണ്? 1250 ആണല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 625 കൊണ്ട് ഭാഗിച്ചു നോക്കുന്നു. വായിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നോക്കിക്കേ, നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെയ്യാം അല്ലേ? അപ്പോൾ 5 വെച്ച് വെട്ടുവാണെങ്കിൽ എത്ര കിട്ടും? ഒരു പ്രാവശ്യം 5, ബാക്കി 1 12, 5 2 10, 121 അല്ലേ? 121 അല്ലല്ലോ, സോറി, 620 പറഞ്ഞാൽ എത്ര? 5⁴ ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ചെയ്താൽ 125 എന്ന് കിട്ടും അല്ലെ? 125 × 5 ആണ് എന്തെന്ന് പറയുന്നത് 625 അല്ലേ? ഈ 125ഉം ഈ 125 കിട്ടും. അപ്പോൾ 10 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് നമുക്ക് കിട്ടും. അതായത് 625 2 ടൈംസ് ആണ് എന്ത് 1250 എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലായ സംഗതി? ഞാൻ ഈ 625 എങ്ങനെ എഴുതി? 125 × 5 എന്ന് എഴുതി. കാര്യം ഇവിടെ 1250 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ 125ഉം ഈ 1250 വെട്ടിപ്പോകുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ആ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അവസാനത്തെ 4 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു? 625 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ടും 625 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി ഈ ചോദ്യം നിങ്ങളും ചെയ്തേ. 105290000 എന്ന നമ്പർ ചെയ്തു. ഓക്കെ, ഇതിനെ 625 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. വേഗം ചെയ്തേ. ഓക്കെ, നിങ്ങൾ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. നോക്കിക്കേ, അപ്പോൾ 105290000 എന്ന നമ്പറിനെയാണ് നമുക്ക് നോക്കേണ്ടത്. അതിനെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ 4 അക്കം എന്ന് പറയാൻ എത്രയാ? 9000. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 625 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ് ഞാൻ. നമുക്കല്ലാതെ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഒന്ന് വെട്ടി ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം. നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 1000 എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ?
ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാം 125 ഇൻറ്റു 5 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 25 5 പ്രാവശ്യമാണ്, 25 എത്ര പ്രാവശ്യമാണ് 40 പ്രാവശ്യമാണ് അല്ലേ. 5 എത്ര പ്രാവശ്യമാണ് 8 പ്രാവശ്യമാണ്. അപ്പോൾ 9 എത്ര കിട്ടും 72. 72/5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഒരു പ്രാവശ്യം 5 ബാക്കി 2 22 4. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 72 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അല്ലെങ്കിൽ 9000നെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 14 എന്ന് കിട്ടും. സിസ്റ്റം 2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, ഇതിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് നമുക്ക് എന്തല്ല 625 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 625 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ ആണോ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്ക ഓക്കെ, സെറ്റ് അല്ലേ, സിമ്പിൾ ആണ് പരിപാടി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, 2⁵5ന്റെ വരുന്ന എല്ലാ സാധനങ്ങളും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 2⁵1 വന്നാൽ ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. 2 സ്ക്വയർ ആയിട്ടുള്ള 4 വന്നാൽ എന്ത് ചെയ്യുക, അവസാനത്തെ 2 ഡിജിറ്റിന്റെ മാത്രം ഡിവിസിബിലിറ്റി 4 വെച്ച് പറ്റുമെന്ന് നോക്കുക. ദെൻ 2ന്റെ പവർ ക്യൂബ് വന്നു, അപ്പോൾ എന്താണ് 8ന്റെ ഡിവിസിബിലിറ്റി ആണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവസാനത്തെ 3 ഡിജിറ്റ് എടുക്കുക. ദെൻ അടുത്ത് നമ്മൾ നോക്കിയാൽ എന്താ 2�16 ആണ് എന്ന് പറഞ്ഞാൽ എന്താ, 2ന്റെ എന്ത് ചെയ്യുക 4 പ്ലേസസ്, 2 എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ 4 അക്കം നോക്കുക. ആ 4 അക്കം 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഹോൾ നമ്പറിനെ നമുക്ക് ഡിവിഷൻ പോസിബിൾ ആണ്. പിന്നെ നമ്മൾ 5�1 വന്നു, സെയിം 2ന്റെ കണക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് 5ഉം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അറിയാം അല്ലേ. സംഗതി സിമ്പിളായിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്, മനസ്സിലായോടെ പറഞ്ഞേ, സംഗതി സിമ്പിളായിട്ട് കത്തിയില്ലേ, കത്തിയോ, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഡിവിസിബിലിറ്റി നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഡിവിസിബിലിറ്റി ബൈ 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നമ്പർ 3 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൈക്ക് എന്താണ് ടെക്നിക്കാണ്, എങ്ങനെയാണ് നമ്മൾ 3ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ 3ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നോക്കിക്കേ. തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെ, തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റ്സിന്റെ സം എല്ലാം കൂടെ നമ്മൾ കൂട്ടും അല്ലെ. കൂട്ടുമ്പോഴത്തേനും ആ കൂട്ടി കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിളോടെ കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഇവിടെ നമ്മുടെ നമ്പർ എത്രയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4564 ആണ് അല്ലെ. അപ്പൊ ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമ്പറിന്റെ ഡിജിറ്റ്സ് ഓരോന്ന് ആഡ് ചെയ്യുക. 4 + 5 + 6 + 4. അപ്പം നമുക്ക് എത്ര കിട്ടും, 5 + 4 9, 9 + 6 15, 15 + 4 എത്ര കിട്ടി 19. ഈ 19 എന്ന് പറഞ്ഞ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ, ഒരു കാരണവശാലും 19 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് 4564 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ടുള്ള ഹരണം നമുക്ക് പോസിബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നോക്കിക്കേ. ഇനി ഇതുപോലുള്ള വലിയ നമ്പർ കിട്ടുമ്പോഴും എന്താണ്, അഡിഷൻ എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് അല്ലേ. കാര്യം ഇത് ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഒരു മെത്തേഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം കൂടെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ കിട്ടുന്ന സം എന്ന് പറയുന്നത് 3ന്റെ ഒരു ഗുണിതമാണെന്നുണ്ടെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് ആയിട്ടും ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്ക് നോക്കിക്കേ, ടെക്നിക്ക് നമ്പർ 2 നോക്കിക്കേ. 4564 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നും ചെയ്യണ്ട, എങ്ങനെയെങ്കിലും 3ന്റെ ഗുണിതങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കാൻ നോക്കും. നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 6നെ നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, 5ഉം 4ഉം കൂടി ചേരുമ്പോൾ 9 കിട്ടും. ആ 9 എന്താണ്, 3ന്റെ ഗുണിതമാണ് അല്ലെ. 9 3ന്റെ ഗുണിതമാണ്. സോ നമുക്ക് എന്ത് കിട്ടും, ആ 5നും 4നെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അവസാനം എന്ത് മാത്രം നിൽക്കും, 4 മാത്രം നിൽക്കും. ആ 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 വെച്ച് ഭാഗിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും, 1 എന്ന് കിട്ടും അല്ലെ. 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 3ന്റെ ഒരു ഗുണിതമല്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്പറും അല്ല. രണ്ടാമത്തെ ടെക്നിക്ക് മനസ്സിലായോ, രണ്ടാമത്തെ ടെക്നിക്കാണ് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, തന്നേക്കുന്ന നമ്പറിൽ എന്താണ് 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന സംഗതികളെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അണ്ട് ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പറിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നോക്കിക്കേ, ഈ നമ്പറൊക്കെ നോക്കിക്കേ, 5 8 3 2 9 7 1 8 5 3 2. ഇതെന്ത് ചെയ്യണം, നമ്മൾ നിരത്തി പിടിച്ച് നമ്മൾ കൂട്ടണം അല്ലേ. 5 + 8 + 8 8 2 13 13 3 16 2 18 1 19 26 30 35 ഇങ്ങനെ നമ്മൾ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഇടയ്ക്ക് തെറ്റാനുള്ളൊരു
സാധ്യത നമുക്കുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? സെക്കൻഡ് ടെക്നിക്കാണ്. സെക്കൻഡ് ടെക്നിക്ക് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്കാണ്. എന്താ? തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ തമ്മിൽ അങ്ങോട്ട് കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അത് എന്ത് ചെയ്യുക? 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കുറച്ച് നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റനിൽ നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നോക്കിക്കേ, ക്വസ്റ്റൻ എന്താ? 5 8 3 2 9 7 1 8 5 3 2. ഓക്കെ, നോക്കിക്കേ, ആദ്യം തന്നെ എന്ത് ചെയ്തു? 9നെ നമ്മളങ്ങ് ഒഴിവാക്കി. കാര്യം എന്താ? 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ സംഖ്യയിൽ നിന്ന് 9നെ ഒഴിവാക്കി. ഇനി നോക്കിക്കേ, ഈ 7ഉം 2ഉം കൂടെ ചേർന്നാൽ എന്ത് വരും? 9 വരും. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് നോക്കുമ്പോൾ എന്താണ്? ഈ 5ഉം ഈ 3ഉം കൂടെ ആകുമ്പോൾ 8, ഈ 1ഉം കൂടെ ആകുമ്പോൾ 9. അത് നമ്മൾ ഒഴിവാക്കി. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എന്തുകൊണ്ട് ഒഴിവാക്കാനായിട്ട്? വേറെ നമുക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? 8ഉം 3ഉം 11 അല്ലേ? ഈ 8ഉം 3ഉം 11, 11ഉം 5ഉം എത്രയാണ്? 16. 16 2 എത്രയാ? 18. അപ്പോൾ എന്തായി? ഫുള്ള് വെട്ടിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഇത് നമുക്ക് എന്താണ്? ഓക്കെ ആണ്. ഇത് നമുക്കൊരു പ്രശ്നമില്ല. 5832971853 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തത്? എല്ലാം കൂടെ കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3ന്റെ ഗുണിതങ്ങൾ എവിടെ കിടപ്പുണ്ട് അത് എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റനോട് ചെയ്യുമ്പോൾ സെറ്റ് ആവും. നോക്കിക്കേ, നമുക്ക് വേണ്ട എന്താണ്? 1052900 ആണ് അല്ലേ? 9 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി നോക്കിക്കേ, പൂജ്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, പൂജ്യവും കളഞ്ഞു. ഇനി ബാക്കി എത്ര ഉള്ളത്? 5 + 2 7, 7 + 1 എത്ര? 8. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 8ആണ് റിമൈൻഡർ വരുന്നത്. 8നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ, 8നെ 3 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3ൽ 2 പ്രാവശ്യം 6, ബാക്കി എത്ര വരും? ബാക്കി ശിഷ്ടം 2 വരും. അപ്പോൾ ശിഷ്ടം 2 വരുന്നത് കൊണ്ട് എന്താണ്? ഈ നമ്പറിനെ നമുക്ക് എന്തല്ല? ഡിവിഷൻ പോസിബിൾ അല്ല. 3ന്റെ മനസ്സിലായോ? 3 വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ പണ്ട് ചെയ്യുന്ന എന്താ? ഡിജിറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് ആ കൂട്ടുന്ന സംഗതി എന്ത് ചെയ്യും? 3ന്റെ ഗുണിതമാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാണ് നമ്മൾ മുന്നേയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെറിയ ചെറിയ കണക്കൂട്ടലുകൾ നടത്തി എന്ത് ചെയ്യുന്നു? 3ന്റെ ഗുണിതങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയുവാണ്. എൻ്റെ അവസാനം 0 വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താണ്? അതിനെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റനോട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിക്കേ. 327589321 ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ 9 അങ്ങ് ഒഴിവാക്കി. ഈ 3 ഒഴിവാക്കി, ഈ 3 ഒഴിവാക്കി, ഈ 6 ഒഴിവാക്കി. കാര്യം എന്താ? 3ന്റെ ഗുണിതങ്ങളാണ്. ഇനി നോക്കിക്കേ, ഈ 2 ഒന്നുകൂടെ ചേരുമ്പോൾ എന്തായി? 3 ആയി അല്ലേ? ഇനി നോക്കിക്കേ, ഈ 7ഉം ഈ 2 കൂടെ ചേരുമ്പോൾ 9 ആയി. ഇനി ബാക്കി എത്ര ഉള്ളത്? 8ഉം 5ഉം ആണല്ലേ? അപ്പോൾ 8 2 10 3 13 എന്ന് കിട്ടും അവസാനം അല്ലേ? 13 എന്ന് പറഞ്ഞാൽ എന്തല്ല? 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതമല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ്? ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 3 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഡിവിസിബിലിറ്റി ബൈ 3 മനസ്സിലായോ? നമ്മൾ നോർമലി പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന എന്താണ്? തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് കൂട്ടി കിട്ടുന്ന നമ്പർ എന്ന് പറയുന്ന 3ന്റെ ഗുണിതമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടെക്നിക്ക് എന്താണ്? നമുക്ക് ഈ കാൽക്കുലേഷൻ എറർ പലർക്കും വരും. ആ ഒരു എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തുള്ള ചെറിയ ചെറിയ അല്ലെങ്കിൽ വരുന്ന നമ്മുടെ കണ്ണിൽ കാണുന്ന ആ നമ്പറിൽ വരുന്ന ഡിജിറ്റ്സിൽ 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന സാധനങ്ങളെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി എന്താണോ വരുന്നത് അത് തമ്മിൽ കൂട്ടുമ്പോൾ ഈ പറയുന്ന 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 3 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിവിസിബിലിറ്റിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്? ഡിവിസിബിലിറ്റി ബൈ 9. 3ന്റെ അതേപോലെ തന്നെയാണ് എന്ത്? ഡിവിസിബിലിറ്റി ബൈ 9ഉം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 3 എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി ബൈ 9 നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. നോക്കിക്കേ, ഡിവിസിബിലിറ്റി ബൈ 9 ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവിസിബിലിറ്റി ബൈ 9 ചെയ്യുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടും. തന്നിരിക്കുന്ന നമ്പർ എത്രയാ? 4 5
451 ആണ് അല്ലേ. ഈ ഡിജിറ്റ്സ് എല്ലാം അവിടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 + 4 9, 9 + 1 10, 10 + 8 എത്ര കിട്ടും? നമുക്ക് 18 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 18 എന്ന് പറഞ്ഞാൽ എന്താണ്? 9ന്റെ ഒരു ഗുണിതമാണ്. അപ്പോൾ 9ന്റെ ഗുണിതമാണ് വന്നതുകൊണ്ട് നമുക്ക് എന്താണ് 4581 എന്ന് പറയുന്നത് 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും അല്ലെ. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്താണ്? ഈ 4581 നമ്മൾ എഴുതി അല്ലെ. അതിനുശേഷം 9, നേരത്തെ നമ്മൾ 3ന്റെ നോക്കിയപ്പോൾ എന്താണ്? 3ന്റെ ഗുണിതങ്ങൾ ഏതെങ്കിലും ഈ ഡിജിറ്റ്സ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് അല്ലെ. നോക്കിക്കേ, ഈ 8 ഒന്നുകൂടെ ചേരുമ്പോൾ 9 3ന്റെ ഗുണിതമാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് രണ്ടും നമ്മൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. 5 4 9 ഇതും എന്താണ്? 9ന്റെ ഗുണിതമാണ്. സോ അതുകൊണ്ട് ഇവിടെ ബാക്കി നിൽക്കുന്ന എന്താ? 0 ആണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. രണ്ടാമത്തെ എന്താണ്? 983752841762 അല്ലേ. ഇതല്ലേ നമുക്ക് വന്നേക്കുന്ന ചോദ്യം. 983752841762. ഇതിനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം അല്ലേ. നമ്മളിത് കൂട്ടാതെ നിന്നാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലെ, ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിജിറ്റ്സിനകത്ത് ഏതൊക്കെയാണ് 9ന്റെ പരിപാടികൾ നമ്മൾ നോക്കുമ്പോൾ എന്താ? ഇവിടെ ഒരു 9 ഉണ്ട് അല്ലെ. ഈ 8ഉം ഈ 1ഉം കൂടെ ചേർന്നാൽ പിന്നെ 9, ഈ 7ഉം ഈ 2 കൂടെ പോയാൽ പിന്നെ 9 അല്ലെ. ഇനി നോക്കിക്കേ, വേറെ ഏതുണ്ട്? വേറെ വല്ലതും ഉണ്ടോ? ഈ 5ഉം ഈ 4 കൂടെ ചേർന്നാൽ 9 അല്ലെ. ഇനി നോക്കിക്കേ, പിന്നെ ഏതാ ഉള്ളത്? 3ഉം 7ഉം 3ഉം 7നോട് ചേരുമ്പോൾ 10, 10 + 8 18 അല്ലെ. ബാക്കി എന്ത് വരും? ബാക്കി 2 വരും. ഈ 2നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ റിമൈൻഡർ വരും. റിമൈൻഡർ എന്തല്ല? 0 അല്ല, റിമൈൻഡർ 2 കിട്ടും. സോ അതുകൊണ്ട് എന്താണ്? ഈ നമ്പറിനെ നമുക്ക് ഡിവിഷൻ എന്തല്ല? പോസിബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ടെക്നിക്ക് മനസ്സിലായോ? ടെക്നിക്ക് കത്തിയോ എല്ലാവർക്കും? നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 9ന്റെ ഡിവിസിബിലിറ്റി വരുന്ന കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ആക്കുന്നു. ക്ലിയർ? പക്ക? ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, 3rd ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കണം. ക്ലിയർ? അപ്പൊ ഡിവിസിബിലിറ്റി ബൈ 3ൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഡിജിറ്റ്സിനകത്ത് 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രൈക്ക് ചെയ്യും അല്ലേ. ദെൻ ഡിവിസിബിലിറ്റി ബൈ 9 വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തിട്ട് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്ന പരിപാടി. പക്ഷെ അതിനേക്കാൾ എളുപ്പം എന്താണ്? ആ ഡിജിറ്റ്സ് എടുത്തിട്ട് ആ ഡിജിറ്റ്സിനകത്ത് 9ന്റെ ഗുണിതങ്ങൾ ഉള്ളത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് കളയാം. അണ്ട് ബാക്കി നിൽക്കുന്ന എന്താണോ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ 1ന്റെ പഠിച്ചു, 2n വരുന്നത് കംപ്ലീറ്റ് പഠിച്ചു. ദെൻ 5n വരുന്നത് നമ്മൾ പഠിച്ചു. ദെൻ 3ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചു, 9ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഡിവിസിബിലിറ്റീസ് നമുക്ക് ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ ഡിവിസിബിലിറ്റി കംപ്ലീറ്റ് തീരുമ്പോൾ ഡിവിസിബിലിറ്റിയുടെ ബേസിക് കംപ്ലീറ്റ് ആയിട്ട് കഴിയും. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സോടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്